അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പവിത്രമായ ഈ ഒരു റജബ് മാസത്തിൽ ചെറിയൊരു ദിക്കറ് കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെ സാധിച്ചു കിട്ടും, അല്ലെങ്കിൽ ഏത് ദിക്കറാണ് എന്നതിനെ കുറിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന പവിത്രമായ ദിക്റിനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധമാക്കപ്പെട്ട റജബിലാണ് നാം നിലകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട റജബിൽ ഒരാൾ സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന പവിത്രമായ ദിക്ർ 100 വട്ടം ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് കിബിലക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന ദിക്ർ ഒരാൾ 100 വട്ടം ഉരുവിട്ടാൽ അഥവാ ചൊല്ലിയാൽ അവൻ്റെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നടന്നു കിട്ടും എന്ന് മഹാന്മാർ അവിടുത്തെ കിതാബുകളിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന ദിക്ർ വളരെ ചെറിയൊരു ദിക്റും കൂടിയാണ്. നമുക്കെല്ലാവർക്കും ചൊല്ലാൻ പറ്റുന്ന ചെറിയൊരു ദിക്ർ കൂടിയാണ് സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന പവിത്രമായ ദിക്ർ. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്ന ഈ ഒരു ദിക്ർ റജബ് മാസത്തിൽ ഒരാൾ 100 വട്ടം ചൊല്ലിയാൽ തീർച്ചയായിട്ടും അവൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടുമെന്ന് മഹാന്മാർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദിവസേന നാം 100 വട്ടം ഈ ദിക്ർ ജീവിതത്തിൽ പകർത്താൻ നാം തയ്യാറാകണം, നാം ശ്രമിക്കണം. അതേപോലെ തന്നെ പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിൽ സൂറത്ത് ഇഖ്ലാസ് പാരായണം ചെയ്യണം. ദിവസേന 100 വട്ടം ദിക്ർ ചൊല്ലുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ റജബ് തീരുന്നതിന് മുമ്പ് സാധിച്ചു കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ മുറാദുകളും ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടാൻ വേണ്ടി ചൊല്ലുന്നതിന് മുന്നെയായിട്ട് നമ്മുടെ മനസ്സിൽ തഖ്വയുണ്ടാവണം, ഇഖ്ലാസ് ഉണ്ടാവണം. അതേപോലെ തന്നെ എന്തുണ്ടെങ്കിലും അതിലൊരു വിശ്വാസം ഉണ്ടാവണം, എങ്കിലേ ആ കാര്യം സാധിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ച് വെച്ച് നല്ല ഇഖ്ലാസോട് കൂടി നമ്മുടെ എന്ത് ആഗ്രഹമാണോ അത് റബ്ബിലേക്ക് സമർപ്പിച്ച് കൊണ്ടിട്ട് ഇൻഷാ അല്ലാഹ് സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന പവിത്രമായ റജബ് മാസത്തിലെ ദിക്ർ നാം ഉരുവിട്ടാൽ, നാം ചൊല്ലിയാൽ നമ്മുടെ ആഗ്രഹം അത് സാധിച്ചു കിട്ടും. അപ്പം നമ്മുടെ മനസ്സിൽ എന്തുണ്ടാവണം? അതിനുള്ള വിശ്വാസം, അത് നടന്നു കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നീയത്തുണ്ടാവണം. അതുപോലെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ച് കിട്ടുകയുള്ളൂ. അതെല്ലാം നാം ശ്രദ്ധിച്ച് വിശ്വാസപൂർവ്വത്തോടെ ഇരുന്ന് കൊണ്ടിട്ട് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് കിബിലക്ക് മുന്നിട്ട് ഇരുന്ന് 100 വട്ടം സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന പവിത്രമായ ദിക്ർ ഉരുവിട്ടാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എന്ത് ഹലാലായ ആഗ്രഹങ്ങളാണോ അത് സാധിച്ചു കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എന്ത് ആഗ്രഹങ്ങളാണോ ഹലാലായ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുമാറാകട്ടെ. അവന് തൃപ്തിയിലായി ജീവിക്കാനും അവനെപ്പോഴും അള്ളാഹുവിനെ എപ്പോഴും ഓർത്ത് ജീവിക്കാനും അവൻ്റെ നേരായ മാർഗത്തിൽ ഇബാദത്ത് ജീവിക്കാനും എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടെ ഇൻഷാ അല്ലാഹ്.